ഹായ് ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ തന്നെ ഈ ക്ലാസ്സിലും ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ഹെഡിലുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ചോദിക്കാറുള്ള രണ്ട് ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലെല്ലാം നമ്മൾ പഠിച്ചതാണ്, ഒന്നും പഠിക്കാത്തതില്ല. പക്ഷേ എന്നാലും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 5-6 പേര് ഓരോ ഡൗട്ട് ചോദിച്ചു. വളരെ സന്തോഷം. നമുക്ക് ചോദിക്കുമ്പോഴാണ് നിങ്ങളത് പഠിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഇൻകം ഫ്രം സാലറിയാണ്, ടാക്സബിൾ സാലറിയാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് ആരാണ്, ഏത് കമ്പനിയാണ്, ഗവൺമെൻറ് ആണോ പ്രൈവറ്റ് ആണോ എന്നൊക്കെ നോക്കണം. എന്നാലേ പ്രോബ്ലം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ക്വസ്റ്റ്യൻ നോക്കാം. Mrs. Denya George is now working as a general manager of a limited company. ലിമിറ്റഡ് കമ്പനിയിൽ ജനറൽ മാനേജറാണ്, അതായത് പ്രൈവറ്റ് എംപ്ലോയി ആണ്. യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ഹെയർ ടാക്സബിൾ ഇൻകം അണ്ടർ ദി ഹെഡ് സാലറി ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2020-21. ഇൻകം ഫ്രം സാലറി അല്ലെങ്കിൽ ടാക്സബിൾ സാലറി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ള ഡാറ്റകൾ ഓരോന്നായിട്ട് നോക്കണം. ഓരോന്ന് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കിതിലുള്ളത് മന്ത്ലി സാലറിയാണ്. മന്ത്ലി സാലറി നേരെ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഹെഡിങ് കൊടുക്കണം അല്ലേ? ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കണം. എന്നിട്ട് ആദ്യം മന്ത്ലി സാലറി 7,500 പെർ മന്ത് അല്ലേ? അപ്പോൾ 1500 × 12 ചെയ്തിട്ട് കുറച്ച് അപ്പുറത്തേക്ക് ഔട്ടർ കോളത്തൊക്കെ എഴുതുന്നത് പോലെ എഴുതുക. രണ്ടാമത്തത് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 1313 പെർ മന്ത്, അത് മന്താണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? 12 കൊണ്ട് ഗുണിച്ചിട്ട് എഴുതണം. കൺവെയൻസ് അലവൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ടാണ്. ഇപ്പം നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്നും നമ്മുടെ കമ്പനിയിലേക്ക് യാത്ര ചെയ്യണം, തിരിച്ചിങ്ങോട്ടും യാത്ര ചെയ്യണം. അതിനൊക്കെ വേണ്ടി വരുന്ന എക്സ്പെൻസാണ് കൺവെയൻസ് അലവൻസ് എന്ന് പറയുന്നത്. കൺവെയൻസ് അലവൻസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ? താഴെ നോട്ടായിട്ട് എഴുതിയേക്കുക. കൺവെയൻസ് അലവൻസ്, ഐ അസ്യൂംഡ് ദാറ്റ് കൺവെയൻസ് അലവൻസ് ഈസ് യൂസ്ഡ് ഓൺലി ഫോർ ഒഫീഷ്യൽ പർപ്പസ്. ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് കൺവെയൻസ് അലവൻസ് ഉപയോഗിക്കുന്നതെന്ന് എന്ത് ചെയ്യുക? എഴുതി വെക്കുക. എന്നാൽ പിന്നെ ആ ഐറ്റം എടുക്കന്നെ വേണ്ട. ഓക്കെ, അപ്പോൾ കൺവെയൻസ് അലവൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നേരെ അത് ഒഫീഷ്യൽ പർപ്പസിനാണെന്ന് എന്ത് ചെയ്യുക? അടിയിൽ നോട്ടായിട്ട് എഴുതി വെക്കുക. അടുത്തത് ബോണസാണ്. ബോണസ് 2 months സാലറിയാണ്. അപ്പോൾ ബോണസ് 2 മാസം സാലറി, അതായത് ഒരു മാസത്തെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7,500 രൂപയായിരുന്നു. 7,500 × 2. കമ്മീഷൻ 1 month സാലറിയാണ്. അപ്പോൾ എത്രയായിരിക്കും? 7,500 × 1 7,500 തന്നെ. ഇനിയോ അടുത്തെന്താണ്? റെൻറ്റ് ഫ്രീ ഫർണിഷ്ഡ് ഹൗസ് അറ്റ് കൊച്ചി. റെൻറ്റ് ഫ്രീ ഫർണിഷ്ഡ് ഹൗസ് അല്ലേ? RFA ആണ്. ദ കമ്പനി പേയിങ് 45,000 ആസ് റെൻറ്റ്. കമ്പനി 45,000 റെൻറ്റ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? കൊച്ചിയിലാണ് കമ്പനി റെൻറ്റ് 45,000 കൊടുക്കുന്നുണ്ട്. കമ്പനി 45,000 റെൻറ്റ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? കമ്പനിക്ക് സ്വന്തമായിട്ട് റെൻറ്റഡ് അക്കോമഡേഷൻ ഇല്ലയെന്നല്ലേ? സ്വന്തമായിട്ട് ഉണ്ടെങ്കിൽ പോലും റെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താ കാണേണ്ടത്? 15% ഓഫ് സാലറി ഓർ ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ വിച്ച് എവർ ഈസ് ലെസ് അല്ലേ? 15% സാലറി അല്ലെങ്കിൽ ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ. ഇവിടെ 15% സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ എടുക്കാം? മന്ത്ലി സാലറി എടുക്കാം അല്ലേ? റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ അല്ലേ? DA DP പറഞ്ഞാൽ മാത്രം എടുക്കണം, ബാക്കി എന്തെടുക്കാമല്ലോ. ഇപ്പോൾ മന്ത്ലി സാലറി എടുക്കാം, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എടുക്കാം. കൺവെൻസ് അലവൻസ് ഓൾറെഡി എടുക്കാത്തതുകൊണ്ട് വേണ്ട. ബോണസ് എടുക്കാം, കമ്മീഷൻ എടുക്കാം. അതിൻ്റെ 15% കാണാം. പിന്നെ 45,000 രൂപ ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ. അപ്പോൾ അതിൽ ഏറ്റവും ചെറുത് ഏതാണോ കിട്ടുക നോക്കുക. ക്വസ്റ്റ്യൻ തീരുന്നില്ല. ആൻഡ് 6,750 പെർ ആനം ഫോർ ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ്. ഈ കമ്പനി 6,750 രൂപ ഫർണിച്ചറും ഫിറ്റിങ്സിന് വേണ്ടിയിട്ടും കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതായത് നമ്മൾ എപ്പോൾ എഴുതലുണ്ടല്ലോ, കോസ്റ്റ് ഓഫ് ഫർണിച്ചർ 10% എന്ന് പറഞ്ഞ് എഴുതാറുണ്ടല്ലോ അല്ലേ? നമ്മൾ പറഞ്ഞിരുന്നു എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് എഴുതാൻ പറ്റും. അതായത് ഫർണിച്ചർ ഉണ്ടോ അതിൻ്റെ 10% കോസ്റ്റ് കൂട്ടാമെന്ന് പറഞ്ഞിരുന്നു. അതെപ്പോഴാണ് കൂട്ടുക വെച്ചാൽ നമുക്കൊരു 1,00,000 രൂപയുടെ ഫർണിച്ചർ പ്രൊവൈഡ് ചെയ്തു. 1,00,000 രൂപയുടെ ഫർണിച്ചർ അവിടെ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 1,00,000 രൂപയുടെ കിടക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ 10% അവിടെ എഴുതാം.
പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കമ്പനി റെൻറ്റ് കൊടുത്തിക്കാണ് ഒരു വർഷത്തേക്ക് 6750 രൂപ ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സിന് എമൗണ്ട് ആയിട്ട് കൊടുത്തതാണ്. എമൗണ്ട് ആയിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ കാൽക്കുലേറ്റ് ചെയ്യുന്ന 10% ഉണ്ടല്ലോ, കാൽക്കുലേറ്റ് ചെയ്യുന്ന 10% നമുക്ക് കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ, ആ ആൻസറാണ് ഇവിടെ 6750. അതുകൊണ്ട് ആഡ് കോസ്റ്റ് ഓഫ് ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് 6750ൻ്റെ 10% കൂട്ടേണ്ടത്, 6750 രൂപ തന്നെയാണ് കൂട്ടേണ്ടത്. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുതലാളിക്ക് സ്വന്തമായിട്ട് ബിൽഡിംഗ് ഇല്ല. മുതലാളി 45,000 രൂപ വാടക കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുതലാളി 6750 രൂപ വാടക ഫർണിച്ചറിന് വേണ്ടിയിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് മനസ്സിലാക്കണം? ഈ 6750 റുപ്യ എന്ന് പറഞ്ഞാൽ എന്തല്ല, ആ ഫർണിച്ചറിൻ്റെ വിലയല്ല, ഫർണിച്ചറിന് വേണ്ടി കൊടുക്കുന്ന കോസ്റ്റാണ്. അതുകൊണ്ട് അവിടെ 10% കൂട്ടരുത്. പിന്നെ പറഞ്ഞു ഇലക്ട്രിക് ആൻഡ് വാട്ടർ ചാർജ് എമൗണ്ട് ഇൻറ്റു 13,500 ആൾസോ മെറ്റ് ബൈ ദി കമ്പനി. ഇലക്ട്രിക് ആൻഡ് വാട്ടർ ചാർജ് ഒക്കെ 13,500 രൂപയും എക്സ്പെൻസ് ആര് മീറ്റ് ചെയ്യുന്നുണ്ട്? കമ്പനി മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ എഴുതിയില്ലേ, അതിൻ്റെ ആൻസർ കിട്ടിയിട്ട് താഴെ എഴുതാം ഇലക്ട്രിക് ആൻഡ് വാട്ടർ ചാർജസ് എന്ന് പറഞ്ഞിട്ട് 13,500 എഴുതാം. കാരണം നമുക്ക് കിട്ടുന്ന പെർക്യുസൈറ്റ് ആണ്, വെറുതെ കിട്ടുകയാണ്, അത് നമുക്ക് എഴുതാം. അതിനൊക്കെ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം, ടാക്സിബിൾ സാലറി തന്നെയാണ്. പിന്നെ ഷി ആൾസോ പ്രൊവൈഡഡ് വിത്ത് ലഞ്ച് ബൈ ദി കമ്പനി ഡ്യൂറിങ് ദി വർക്കിംഗ് അവേഴ്സ് അറ്റ് വർക്ക് പ്ലേസ്. വർക്കിംഗ് അവേഴ്സിൽ വർക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണം, ലഞ്ച് കൊടുക്കുന്നുണ്ട് ഉച്ചയ്ക്ക്. ദ കോസ്റ്റ് വിച്ച് ഈസ് 40 പെർ മീൽ, 40 രൂപയാണ് ഒരു ഉച്ചച്ചോറിന്. അങ്ങനെ 300 ദിവസം കൊടുക്കുന്നുണ്ട് അല്ലേ, ഫോർ 300 ഡേയ്സ് ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. ദ കമ്പനി റിക്കവേർഡ് 10 rupees പെർ മീൽ ഫ്രം ഹർ. അതായത് 40 റുപ്യേൻ്റെ ചോറ് കൊടുക്കും ഉച്ചക്കെന്നും, അതിന് 300 ദിവസം കൊടുക്കുന്നുണ്ട്. ആകെ 65 ദിവസം കൊടുക്കാത്തുള്ളൂ, അതിൽ ഈ വേക്കാരം. പിന്നെ 10 റുപ്യ ഈ പെണ്ണിൻ്റെ അടുത്ത് നിന്ന് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനി വാങ്ങുന്നുണ്ട് ഓരോ ദിവസവും. 40 റുപ്യേൻ്റെ ചോറ് കൊടുക്കല്ലേ, അപ്പം 10 റുപ്യേൻ്റെ ചോറ് ഉള്ള പൈസ 10 റുപ്യക്ക് എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ശരിക്കും അവിടെ എത്ര രൂപയുടെ ചോറാണ് കൊടുക്കുന്നത്? 30 രൂപയുടെ ചോറാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. എന്നാൽ നമുക്കതവിടെ പ്രസക്തിയേ ഇല്ല. കാരണം നമ്മൾ പറഞ്ഞിരുന്നു, പെർക്കുസൈറ്റ് പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു 50 രൂപ വരെ വിലയുള്ള ഫുഡിന് എന്താണ്? നില്ലാണ്, അത് എടുക്കേണ്ട ആവശ്യം തന്നെയല്ല. എന്നാൽ 60 രൂപ 50ൻ്റെ മുകളിലുള്ള എത്ര രൂപ ഫുഡാണെങ്കിലും 50 രൂപക്ക് മുകളിൽ എത്രയുണ്ടോ ആ തുക, ഇപ്പോൾ ഒരു 70 രൂപയുടെ ഫുഡാണെന്ന് വിചാരിക്കുക കൊടുത്തത്, അപ്പോൾ ആ 20 രൂപ എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. അങ്ങനെ 20 ഇൻറ്റു ഇവിടെ 300 ദിവസമല്ലേ, 20 ഇൻറ്റു 300 കാൽക്കുലേറ്റ് ചെയ്ത് അത് അവിടെ എഴുതണം. വാല്യൂ ഓഫ് മീൽ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വാല്യൂ ഓഫ് ലഞ്ച് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഇവിടെ എന്താണ്? 40 രൂപയാണ് ഉള്ളത് അല്ലേ, അതിൽ 10 രൂപ വാങ്ങുന്നുള്ളൂ. അപ്പോൾ ശരിക്കും 30 രൂപയുടെ വില വരുന്നുള്ളൂ, അതുകൊണ്ട് അതെടുക്കേണ്ടതില്ല. ഇനി 70 രൂപയുടെ ഫുഡാണെന്ന് പറഞ്ഞു, എന്നിട്ട് 10 രൂപ റിക്കവർ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും അവിടെ ആക്ച്വലി എത്ര രൂപയാണ് വരുന്നത്? 60 രൂപയാണ് വരുന്നത് അല്ലേ. 10 രൂപ കുറച്ചാൽ, 10 രൂപ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിയതല്ലേ, കുറച്ചാൽ 60 രൂപയാണ് വരുന്നത്. ഈ 60 രൂപയുടെ ആണെങ്കിൽ 50 രൂപ വരെ എക്സംഷൻ കിട്ടും. ബാക്കിയുള്ള 10 രൂപ, 10 ഇൻറ്റു 300 ദിവസമല്ലേ, 10 ഇൻറ്റു 300 3000 രൂപക്ക് മുകളിൽ നമ്മൾ ടാക്സ് കൊടുക്കണം. അത് നമ്മൾ വാല്യൂ ഓഫ് ലഞ്ച് എന്ന് പറഞ്ഞിട്ട് എഴുതണം. അപ്പോൾ ഇവിടെ പ്രശ്നമല്ല, 50 രൂപക്ക് മുകളിൽ ഉണ്ടെങ്കിലാണ് പ്രശ്നം. 50 രൂപക്ക് മുകളിൽ ഉണ്ടായാൽ മാത്രം പോരാ, അവിടെ എന്ത് ചെയ്യുക? റിക്കവർ ചെയ്യുന്നിട്ടും 50 രൂപ ഉണ്ടാവണം. അപ്പം 50 രൂപത്തിൻ്റെ ഫുഡ്, 100 രൂപേൻ്റെ ഫുഡ് തന്നു, 50 രൂപ റിക്കവർ ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ അല്ല. കാരണം 50 പോയി അല്ലേ, 50 ആദ്യത്തെ എക്സംഷൻ, 50 രൂപ ഇയാളെ കയ്യിൽ നിന്ന് കൊടുത്തും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളൊക്കെ നോക്കണം, എന്നിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ പ്രശ്നമില്ല. പിന്നെ എംപ്ലോയ്മെൻറ്റ് ടാക്സ് ആണ്, നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറക്കണം, എംപ്ലോയ്മെൻറ്റ് ടാക്സ് കുറക്കണം. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, ഇവിടെ ഗവൺമെൻറ് എംപ്ലോയി അല്ലാത്തതുകൊണ്ട് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കുറയ്ക്കേണ്ടതില്ല. അത് 3 കുറക്കണം. പക്ഷേ ഇവിടെ ഗവൺമെൻറ് അല്ലാത്തതുകൊണ്ട് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കുറക്കേണ്ടതില്ല. അപ്പോൾ നമുക്ക് അവിടെ ആൻസർ കിട്ടും. ഇനി ഇതേപോലെ തന്നെയാണ് മറ്റൊരു ക്വസ്റ്റ്യന്. സീതാറാം, റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ, ഫർണിഷ്ഡ് ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഓഫ് ഹിസ് ഇൻകം തന്നിട്ടുണ്ട്. ഇൻകം തന്നിട്ടുണ്ട്, ഗവൺമെൻറ് ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പ്രൈവറ്റിനേക്കാരം. ബേസിക് സാലറി 70,000 എന്നാണ്. 70,000 എന്ന് പറഞ്ഞു പെർ മന്തും പെർ ആനും അല്ല, അത് പെർ ആനമായിട്ട് ട്രീറ്റ് ചെയ്യുക. ഒരു വർഷത്തേക്കാണ് അയാൾക്ക് 70,000 രൂപ കിട്ടിയിട്ടുള്ളത്. ഓക്കെ. ദെൻ ഡി എ അദ്ദേഹത്തിന് 6,000 രൂപയാണുള്ളത്. അതും വർഷത്തേക്ക് ഇതൊന്നും തന്നിട്ടില്ല, അതുകൊണ്ട് 6,000 രൂപ തന്നെ എടുക്കുക. നോട്ട് ഫോമിങ് പാർട്ട് ഓഫ് പേ ആണ്, അതുകൊണ്ട് ഇനി എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തും ഡി എടുക്കണ്ട.
കാരണം എന്താ, നോട്ട് ഫോമിങ് പാർട്ട് ഓഫ് പേ ആണ് അല്ലേ. ഡി എ പറഞ്ഞിട്ട് എടുക്കണ്ടെന്നാണ് പറഞ്ഞത്. അതായത് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കാണാനാണെങ്കിലോ HR കാണാനാണെങ്കിലോ എവിടെ ഏതെടുക്കരുത്, ഡി എടുക്കരുത്. അതുകൊണ്ടാണ് ബ്രാക്കറ്റ് നോട്ട് ഫോമിങ് പാർട്ട് ഓഫ് പേ എന്ന് പറഞ്ഞത്. ഫോമിങ് പാർട്ട് ഓഫ് പേ പറഞ്ഞാൽ എന്ത് ചെയ്യണം, അത് എടുക്കുകയും വേണം അല്ലേ. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്, ഓൺ കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. നമ്മുടെ കോൺട്രിബ്യൂഷനാണ് അല്ലേ. ഓൺ എന്ന് പറഞ്ഞാൽ ആരതാ, സ്വന്തം. അതായത് ഇവിടെ തൊഴിലാളിയല്ലേ സീതാറാം, ഈ തൊഴിലാളിയുടെ കോൺട്രിബ്യൂഷനാണ്. തൊഴിലാളിയുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ എന്താ ചെയ്യുക, എല്ലാ എഡും കഴിഞ്ഞതിന് ശേഷം, എല്ലാ എഡും പറഞ്ഞാൽ ഇൻകം ഫ്രം സാലറി, ഹൗസ് പ്രോപ്പർട്ടി, അങ്ങനെ അതർ സോഴ്സ് വരെ കഴിഞ്ഞതിന് ശേഷം ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C പ്രകാരം കുറക്കുന്നതാണ് ഓൺ കോൺട്രിബ്യൂഷൻ. നമ്മൾ ആ കോളം വരച്ച് പഠിച്ചിരുന്നു, ഓർമ്മ ഉണ്ടോ? ഒരു 2-3 കോളം, എംപ്ലോയർ കോൺട്രിബ്യൂഷന്, പിന്നെ ഇൻട്രസ്റ്റ്, ലംസ് ഇൻട്രസ്റ്റ് ഇവിടെ നിന്നൊക്കെ പറഞ്ഞ് ഒരു കോളം, ഒരു കുറച്ച് പേജ് വേക്ക് മറിച്ചാൽ കാണും, അവിടെ ഉണ്ടാവും. ഓൺ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ എന്താണ്, ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C പ്രകാരം കുറക്കാം. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ആണെങ്കിലോ, മുതലാളിയുടെ കോൺട്രിബ്യൂഷൻ ആണെങ്കിലോ എന്താ പറഞ്ഞിരുന്നത്, സാലറിയുടെ 12% കൂടുതലുള്ള ഒരു എമൗണ്ട് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അതെന്ത് ചെയ്യണം, ടാക്സബിൾ ആണ്. ഇവിടെ 3600 രൂപയാണ് ഉള്ളത് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അപ്പോൾ ഈ 3600 12% സാലറിയുടെ, സീതാറാമിൻ്റെ സാലറിയുടെ 12% കൂടുതലാണെന്ന് നോക്കണം. എങ്ങനെ നോക്കുക, ഇവിടെ ബേസിക് പേ ഉണ്ടല്ലേ 20,000, ഡി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 6000 രൂപ നോട്ട് ഫോമിങ് പാർട്ട് ഓഫ് പേ അല്ലേ. അപ്പോൾ ഈ 70,000-ൻ്റെ 12% കാൽക്കുലേറ്റ് ചെയ്യാം. 70,000-ൻ്റെ 12% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഉണ്ടാവും, 70,000 12% 8,400 ഉണ്ടാവും. 8,400 ഉള്ളത് അല്ലേ. സാലറിയുടെ 12% എന്ന് പറയുന്നത് 8,400. ഈ 8,400-നേക്കാൾ വലിയൊരു തുകയാണോ, 12% എന്ന് പറഞ്ഞാൽ 8,400 അല്ലേ, അതിനേക്കാൾ വലിയ ഒരു തുകയാണോ ഇയാൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് നോക്കുക. 3,600 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ എംപ്ലോയർ. അപ്പോൾ 8,400-നേക്കാൾ കൂടുതലാണോ, അല്ലല്ലോ, കുറവല്ലേ. 8,400-നേക്കാൾ കൂടുതലാവാൻ പാടില്ല, അതായത് സാലറിയുടെ 12%-ത്തേക്കാൾ കൂടുതലാവാൻ പാടില്ല എന്നുള്ളതാണ് തിയറി. ഇവിടെ കൂടുതലല്ല, കുറവാണ്. അതുകൊണ്ട് അയാൾക്ക് അതിന് ടാക്സ് കൊടുക്കേണ്ടതില്ല. അതവിടെ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു RPF എഴുതിയിട്ട് നിൽ എഴുതിയാൽ മതി, നില്ല്. ഓക്കെ, അത് ഇതിലുണ്ട്, ആൻസറൊക്കെ ഇതിലുണ്ട്, പക്ഷേ എനിക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ അടുത്ത ഐറ്റതാണ് ഇൻട്രസ്റ്റ് ഓൺ ബാലൻസ് RPF നോട്ട് എക്സീഡിങ് പ്രിസ്ക്രൈബിലിറ്റി 3,200. ഇൻട്രസ്റ്റിൻ്റെ കാര്യം എന്തായിരുന്നു, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് ഇൻട്രസ്റ്റ് കയറുന്നത് 9.5% കൂടുതലാണെങ്കിൽ അതിന് ടാക്സ് കൊടുക്കണം. പേജ് മറിച്ചോളൂ, അതിലുണ്ടാവും 9.5% കൂടുതലാണെങ്കിൽ ടാക്സ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ടാക്സ് കൊടുക്കേണ്ടതെന്ന് നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ബ്രാക്കറ്റ് പറഞ്ഞു നോട്ട് എക്സീഡിങ് പ്രിസ്ക്രൈബ് ലിമിറ്റ്. പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിനേക്കാൾ വലിയ ഒരു തുകയല്ല 3,200. ഓക്കെ, പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിനേക്കാൾ വലിയൊരു തുകയല്ല 3,200, അതായത് 9%-ത്തേക്കാൾ കൂടുതലുള്ളൊരു തുകയല്ല 3,200. അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് എടുക്കണോ, വേണ്ട. കാരണം നമുക്ക് ഇവിടെ തന്നെ പറഞ്ഞു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യൊന്നും വേണ്ട. അവിടെ കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഇയാളെ സാലറിയുടെ 9.5% നോക്കി, 9.5%-ത്തിലേക്കാൾ വലിയൊരു തുകയാണ് 3,200 എന്നൊക്കെ നോക്കണം. പക്ഷേ അങ്ങനെ നോക്കണ്ട. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞു നോട്ട് എക്സീഡിങ് പ്രിസ്ക്രൈബ് ലിമിറ്റ്. 9.5% പ്രിസ്ക്രൈബ് ലിമിറ്റ്, അതിനേക്കാൾ എക്സീഡ് ചെയ്യുന്ന ഒരു വാല്യൂ അല്ല 3,200. അതുകൊണ്ട് അതും എടുക്കേണ്ടതില്ല. എടുത്താൽ തന്നെ അവിടെ നില്ല് ചെയ്തേക്കുക. ഇൻട്രസ്റ്റ് ഓൺ ബാലൻസ് ഇൻ RPF നില്ല് ചെയ്തേക്കുക. ബോണസ് 2,500 അത് അതേപോലെ എടുത്ത് ചെയ്ത ബോണസ് 2,500. ഇനി അടുത്തത് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആണ്. കൽക്കട്ട ഫോർ വിച്ച് ദി എംപ്ലോയർ പെയ്ഡ് റെൻറ്റ് 1,800 പെർ മന്ത്. എംപ്ലോയർ 1,800 രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ നേരത്തെ ക്വസ്റ്റ്യത്തെ പോലെ തന്നെ എംപ്ലോയർക്ക് സ്വന്തമായിട്ട് ബിൽഡിംഗ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ അയാൾ ഈ വാടക കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യണം, 15% സാലറി ഓർ ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ വിച്ച് എവർ ഈസ് ലെസ് ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ വാല്യൂ ഓഫ് പെർക്വിസൈറ്റ്. എങ്ങനെയാണ് നേരത്തെ ചെയ്ത പോലെ തന്നെ 15% സാലറി, അതല്ലെങ്കിൽ ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ. സാലറിയുടെ 15% കാണാം. ആ സാലറിയുടെ 15% കാണുന്ന സമയത്ത് സാലറി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും, റെൻറ്റ് ഫ്രീ അക്കോമഡേഷനിൽ ബേസിക് സാലറി വരും, ഡി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെയോ ബോണസ് വരും. അത് രണ്ടും തന്നെ വരുള്ളൂ അല്ലേ. എന്നാൽ ഇവിടെ
ഇവിടെയോ നേരത്തെ പറഞ്ഞ RPF കേസിലാണെങ്കിലോ അവിടെ ഇത് മാത്രമേ വരുള്ളൂ, ബേസിക് സാലറി മാത്രമേ വരുള്ളൂ. കാരണം RPF കാൽക്കുലേഷന് സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അവിടെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് സാലറി DA പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ കമ്മീഷൻ ടേൺ ഓവർ അച്ചീവ്ഡ് ബൈ ഹിം അങ്ങനെയൊക്കെ പറയുന്ന എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല. RPF നമ്മൾ പറഞ്ഞിരുന്നു എല്ലാം എടുക്കാമെന്ന്, ഏത് DA DP പറയാത്തൊക്കെ എടുക്കാമെന്ന് അല്ലേ. അതുകൊണ്ട് ബോണസ് എടുക്കാം. കമ്മീഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് അതില്ല, ബോണസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ 15% കാണാം. ഇവിടെ ഒരു മാസത്തേക്ക് 1800 രൂപയാണ് ഇദ്ദേഹം സാലറി കൊടുക്കുന്നത് അല്ലേ. 1800 രൂപയാണ് സാലറി കൊടുക്കുന്നത്, അല്ല 1800 രൂപയാണ് റെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ 1800 × 12, അതിൽ ഏറ്റവും ചെറുത് ഏതാണോ അതായിരിക്കും അവിടെ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ അൺഫർണിഷ്ഡ്. എന്നിട്ട് പറഞ്ഞു ഹി വാസ് അലൗഡ് യൂസ് ഓഫ് 1 റെഫ്രിജറേറ്റർ ആൻഡ് ആൻ എയർ കണ്ടീഷണർ കോസ്റ്റിംഗ് 5000 ആൻഡ് 7000 റെസ്പെക്റ്റീവ്ലി. അതായത് ഇയാൾക്ക് റൂം കൊടുത്തില്ലേ, അതോടൊപ്പം തന്നെ 5000 രൂപ വിലയുള്ള ഒരു ഫ്രിഡ്ജും 7000 രൂപയുള്ള ഒരു AC ഉപയോഗം കൊടുത്തിട്ടുണ്ട്. 5000 രൂപ വിലയുള്ള ഒരു ഫ്രിഡ്ജും കൊടുത്തിട്ടുണ്ട്, 7000 രൂപ വിലയുള്ള ഒരു AC ഉപയോഗിക്കാൻ കൊടുത്തിട്ടുണ്ട്. 7000 രൂപ വിലയുള്ള എന്നാണ് കോസ്റ്റിംഗ്. അപ്പോൾ അതിൻ്റെ 10% കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആഡ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. നേരത്തെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നേരത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, എംപ്ലോയർ 6750 രൂപ കൊടുത്തു എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം 10% കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 5000 രൂപേൻ്റെ ഫ്രിഡ്ജും കൊടുത്തിട്ടുണ്ട്, 7000 രൂപേൻ്റെ എയർ കണ്ടീഷണറും കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ 10% കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ആ എമൗണ്ട് ആഡ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് എഴുതണം. ആൻസർ ഇതിൻ്റെ താഴെ ഉണ്ട്. ഓക്കെ, ഞാൻ അതെന്താണെന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അടുത്തത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഓഫ് ₹3000 വാസ് പെയ്ഡ് ബൈ സീതാറാംസ് എംപ്ലോയർ ഓൺ സീതാറാംസ് ബിഹാഫ് ഓൺ ആൻ ഇൻഷുറൻസ് പോളിസി ഓഫ് ഫോർ 60,000 ഫോർ സീതാറാംസ് ലൈഫ്. സീതാറാമിൻ്റെ ജീവിതത്തിന് വേണ്ടി സീതാറാം ഒരു 60,000 രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്. ഈ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്താലേ പ്രശ്നം എന്താ, ഓരോ മാസത്തിന് പ്രീമിയം അടക്കേണ്ടി വരും, ഓരോ വർഷം ഇതിൽ പ്രീമിയം അടക്കേണ്ടി വരും അല്ലേ. നമ്മൾ വാഹനത്തിനൊക്കെ പ്രീമിയം അടക്കുന്നില്ലേ, ഓരോ വർഷം അടക്കുന്നുണ്ടല്ലോ. അതേപോലെ ഇയാളെടുത്ത ഇൻഷുറൻസിൻ്റെ ഈ വർഷത്തെ പ്രീമിയം 3000 രൂപ അടച്ചത് മുതലാളിയാണ്. ഇപ്പോൾ എനിക്ക് ഒരു 3000 രൂപ പ്രീമിയം അടക്കാണ്ട് എൻ്റെ മുതലാളി എന്ത് ചെയ്തു, ആ 3000 അടിച്ചു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു പെർക്യൂസൈറ്റ് അല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഓഫ് ₹3000 എന്ന് പറഞ്ഞിട്ട് എടുക്കണം. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് എന്തൊക്കെ കുറക്കണം, സ്റ്റാൻഡേർഡ് എഡിഷൻ 50,000 രൂപ കുറക്കണം. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഇവിടെ ഉണ്ടെങ്കിൽ കുറക്കാൻ പാടില്ല, കാരണം ഗവൺമെൻറ് എംപ്ലോയി ആണ്, അല്ല പ്രൈവറ്റ് എംപ്ലോയി ആണ്. പിന്നെ ഏതാ കുറക്കേണ്ടത്, പ്രൊഫഷണൽ ടാക്സ് ഉണ്ടോ, അതുമില്ല. അപ്പോൾ നമുക്ക് എന്ത് മാത്രം കുറച്ചാൽ മതി, ഡിഡക്ഷൻ സെക്ഷൻ 16 പ്രകാരം സ്റ്റാൻഡേർഡ് എഡിഷൻ കുറച്ചാൽ മതി. ഓക്കെ, അതിലെങ്ങനെയാണ് ഓരോ കാൽക്കുലേഷൻ വരുന്നതെന്നൊക്കെ ഈ ക്വസ്റ്റ്യനിൽ ഈ ഒരു നോട്ട്സായിട്ട് അടിയിൽ കൊടുത്തിട്ടുണ്ട്, ആൻസറായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒറ്റയടിക്ക് പ്രോബ്ലം ചെയ്യരുത്, ആദ്യം ക്വസ്റ്റ്യൻ വെച്ച് ഓരോന്നോരോന്ന് നോക്കുക. ഒക്കെ നമ്മൾ പഠിച്ചതാണ്, ഈ ദിവസം വരെ നമ്മൾ പഠിച്ചിരുന്ന ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ആൻസറിലേക്ക് നോക്കുക, വെരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം ആൻസറിലേക്ക് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. ഓക്കെ, താങ്ക് യു.